ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ കെ എൻ ഗോപിനാഥ് താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ട് വേഗം ശരി വരാം. ജ്യോതി, ശ്രീ കെ എൻ ഗോപിനാഥ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ ജ്യോതികുമാർ മാനുവലിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പോലീസിന് ഗുഡ് എൻട്രി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അപാരമായ ഗവേഷണം നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ആ മാനുവലിൻ്റെ ഒരു ഭാഗം വായിക്കാം. പാർട്ട് 1, റിവാർഡ്സ് ടു പോലീസ് ഓഫീസേഴ്സ് 105A. Rewards to police officers should not be given merely for proper performance of ordinary routine duties, but for exceptionally good work done in connection with their duties, including administration of the law, the maintenance of peace, safety, good order, and for the conduct displaying exceptional address, acuteness, industry, fidelity, and or courage എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാനദണ്ഡത്തിനകത്തൊക്കെ വരുന്നവർക്ക് കൊടുക്കാൻ കഴിയും. എനിക്ക് അതേ പറയാനുള്ളൂ. വേണു ഇവിടെ ഒരു ചോദ്യമുണ്ട്. വേണു, ഇവിടുത്തെ പ്രശ്നം അറിയാമോ? ഇവിടെ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനും ചോദിക്കട്ടെ. ഇവിടെ കൊല്ലം ജില്ലയിൽ ഈ നവകേരള യാത്ര എത്തിപ്പെടുന്നത് വരെ യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ KSUവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്ത് അക്രമ സംഭവം ഉണ്ടായിട്ടുള്ളത്? അവിടെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും DYFIക്കാർക്ക് തല്ലാൻ പാകത്തിന് പിടിച്ചു നിർത്തി കൊടുത്ത പോലീസുകാരെയാണോ ഇത്തരത്തിൽ ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കേണ്ടത്? ഒരു മന്ത്രിസഭ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായും ഇവിടെ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്, ഇവിടെ എത്രയോ പ്രസിഡന്റുമാർ കേരളം സന്ദർശിച്ചിട്ടുണ്ട്, എത്രയോ കേന്ദ്രമന്ത്രിമാർ കേരളം സന്ദർശിക്കാറുണ്ട്. അവർക്കൊക്കെ സുരക്ഷ കൊടുക്കാറുണ്ട്. ആ സുരക്ഷ കൊടുക്കുന്നത് സംസ്ഥാന പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ സുരക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം അവർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം. അവിടെ തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചാൽ ഞാനൊന്ന് പറയട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ അസ്വസ്ഥപ്പെടാതിരിക്കുന്നേ, ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. എന്റെ അവസരത്തിൽ താങ്കളുടെ കാര്യത്തിലല്ലോ. ഇവിടെ പ്രതിഷേധക്കാരെ ഇഷ്ടമല്ല, ശബ്ദങ്ങൾ ഇഷ്ടമല്ല. ഞാൻ വേണുവിന്റെ അനുമതിയോടെ സംസാരിച്ചുള്ളൂ. ഞാൻ വേണുവിനോട് അനുമതി ചോദിച്ച് വേണു യെസ് എന്ന് പറഞ്ഞതിന് ശേഷമേ ഞാൻ വിഷയത്തിലേക്ക് കടന്നിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എതിർ ശബ്ദം വരുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ, അതുപോലെ തന്നെ വിമത ശബ്ദം പുറപ്പെടുവിക്കുന്നവരെ, അവരെയൊക്കെ അടിച്ചമർത്തുക, തല്ലി തകർക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അതിന് കൂട്ടുനിൽക്കുന്ന DYFIക്കാർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാർ, അഥവാ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ DYFIക്കാരെക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് പോലീസിലെ ക്രിമിനലുകൾ എന്ന നിലയിൽ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും തല്ലി ചതയ്ക്കുന്നവർക്ക് അവർക്ക് ഇത്തരത്തിൽ ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാനുള്ള നീക്കം ഇത് കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തതാണ്. കേരളത്തിലെ പോലീസ് സേനയെ അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. ശരി, ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോവുകയാണ്.